പ്രാർത്ഥനയോടുകൂടി ഭാഗവതം വേണ്ട പോലെ മനസ്സിലാക്കാൻ ഈ മനസ്സിന് ശുദ്ധി തരണേ. ഈ ഭാഗവതത്തെ വേണ്ട പോലെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി വായിക്കാനും ഭാഗവതം മനനം ചെയ്യാനും ഭാഗവതം പഠിക്കാനും സാധിക്കണേ. അങ്ങനെ ഭാഗവതത്തിന്റെ വെളിച്ചത്തില് ആ ഒരു പ്രകാശത്തില് നമുക്ക് മുന്നോട്ട് സധൈര്യം സഞ്ചരിക്കാനായിട്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ നാമം ജപിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കാം. വിവശോ ബ്രുവൻ ഹരയേ നമഃ ഹരയേ നമഃ ഹരയേ നമഃ ഇത്യുച്ചൈരമുച്യതേ സർവപാതകാൽ. ഇങ്ങനെ അത്യുച്ചത്തിൽ ജപിച്ചു കഴിഞ്ഞാലോ എന്താണാവുക? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങൾ നീങ്ങും, അജ്ഞാനം നീങ്ങും, ദുഃഖങ്ങൾ നീങ്ങും. പ്രകാരമാണ് കാറ്റടിക്കുമ്പോഴേ ആകാശത്തുള്ള മേഘങ്ങൾ നീങ്ങും. കാറ്റടിക്കുമ്പോൾ അങ്ങനെ മേഘങ്ങൾ നീങ്ങുമ്പോഴാണ് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുക. ഈ മേഘങ്ങൾ തന്നെയായിരുന്നു ഈ സൂര്യനെ മറച്ചേർന്നത്. എന്നാൽ കാറ്റടിക്കുമ്പോൾ മേഘങ്ങൾ നീങ്ങുമ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാന സൂര്യനെ മറച്ചിരിക്കുന്ന പാപങ്ങളാകുന്ന ദുഃഖങ്ങളാകുന്ന മേഘങ്ങള് ഈ നാമ തരംഗങ്ങളാൽ ഈ നാമത്തിന്റെ ശക്തി കൊണ്ട് നീങ്ങുമ്പോ നമുക്കും ആ ജ്ഞാനസൂചനെ നമുക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കാണ്. അത് പറഞ്ഞു തന്ന ഗുരുനാഥന്മാരെയൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ ഭാഗവതത്തിന്റെ മഹിമ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് അടുത്ത ശ്ലോകങ്ങളോടുകൂടി 12ാം അധ്യായം സമർപ്പിക്കുന്നത്. സങ്കീർത്യമാനോ ഭഗവാനന്ദ ശുതാനുഭാവോ വിസരം ഹിപുംസാം പ്രവിശ്യ ചിത്തം വിധുനാത്യശേഷം യഥാതമോർത്തോക്രമിവാദിവാദ മൃഷാകിലസ്താഹസതീരസത്കഥ നഗഥ്യതേ ഭഗവാനഭോക്ഷജ തദേവ സത്യം തതുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവത് ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം യദുത്തമശ്ലോകയശോനുഗീയതേ നദത്വജശ്ചിത്രപദം ഹരേര്യസോ ജഗത്പവിത്രം പ്രകൃണീതഗണിഹിതി തദ്വാംശതീർത്ഥം നദുഹംസസേവിതം യത്രാച്യുതസ്തത്ര ഹി സാധവോ മലാഹ സവാഗ്വിസർഗോ ജനതാഘസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോംഗിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം പുനഃ പുനഃശ്വരഭദ്രമീശ്വരേ നഹ്യർപ്പിതം കർമ്മ യദപ്യനുത്തമം യശശ്രിയാമേവ പരിശ്രമഃ പരോ വർണ്ണാസമാചാരതമശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോഃ ഗുണാനുവാദശ്രവണാദിഹരിഹരേഃ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോഃ ക്ഷീണോദ്യഭദ്രാണി സമം തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ദ്വിജാഗ്ര്യാവത ഭൂരിഭാഗാ യച്ഛശ്വതാത്മന്യഭിരാത്മഭൂതം നാരായണം ദേവമദേവമീശം അജസ്രഭാവാ ഭജതാവിവേശ്യ അഹം ച സംസ്മാരിത ആത്മതത്വം ശ്രുതം പുരാമേ പരമർഷിവകൃതാൽ പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദസ്രഷീണാം മഹതാം ച ശൃണ്വത ഏതത്വകഥിതം വിപ്രാഃ കഥനീയോരുകർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യമേവം ശ്രാവയേൻ നിത്യം യാമക്ഷണമനന്യധീഃ ശ്രദ്ധാവാൻ യോ ന ശൃണുയാൽ പുനാത്യാത്മാനമേവ സഃ ദ്വാദശ്യാമേകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേത് പഠത്യനസ്തൻ പ്രയത തതോ ഭവത്യപാദകീ പുഷ്കരേ മധുരായാം ച ദ്വാരവത്യായ യദാത്മവാൻ ഉപോഷ്യ സംഹിതാവേദ പഠിത്വാമുച്യതേ ഖയാൽ ദേവതാമുനയസിദ്ധാഃ വിതരോ മനവോ നൃപാഃ യച്ഛന്തി കാമാൻ കൃണത ശൃണ്വതോ യസ്യ കീർത്തനാൽ ഋജോ യജുംഷി സാമാനി ദ്വിജോഭിത്യാനി വിന്ദതേ മധുകുല്യാ ഘൃതകുല്യാ ഭയകുല്യാ
തൽഫലം പുരാണ സംഹിതാമേത അധീത്യ പ്രയതോ ദ്വിജ പ്രോക്തം ഭഗവതായത്തു കൽപദം പരമം മൃജേൽ വിപ്രോഹിത്യാപ്നുയാൽ പ്രജ്ഞ രാജന്യോദധിമേഖല വൈശ്യോനിധിപതിത്വം ച ശൂദ്രശുദ്ധേതപാതകാൽ കലിമല സംഹതികാലനോഹിലേശോ ഹരിരയത്ര നനീയതേഭീക്ഷ്ണം ഇഹ പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈഃ തമഹവചമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം വിപരിവിരജ ശങ്കര ശങ്കരാദ്യൈഃ ദുരവസിതസ്തവമച്യുതം നതോസ്മി ഉപചിത നവശക്തിഃ സ്വാത്മന്യുപരചിത സ്ഥിരജംഗമാലയായ ഭഗവതോപലബ്ധിമാത്രധാംനേ സുരർഷഭായ നമഃ സനാതനായ സ്വസുഖനിഭൃതചേതാസ്തത്തിതസ്കാന്യഭാവോപ്യചിതഞ്ജിലലീലാകൃഷ്ടസാരസ്തദീയം വ്യതനുതകൃപയായസ്തത്വദീപം പുരാണം തമഖിലവൃജിനധനം വ്യാസസൂനും നതോസ്മി ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനി അവസാനത്തെ അധ്യായം മംഗളാധ്യായം. സർവ ദേവന്മാർക്കും ദേവനായ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷി ആ പരമാർത്ഥത്തെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അനേകം പുരാണങ്ങൾ, വേദസാരമായ പുരാണങ്ങൾ എഴുതി. ആ ഓരോ പുരാണങ്ങളുടെയും സംഖ്യകൾ, എത്ര ശ്ലോകങ്ങളുണ്ട് ഓരോ പുരാണത്തിൽ നിന്നൊക്കെ അടുത്ത അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ മഹാഭാരതം. ഇങ്ങനെ വേദവ്യാസ മഹർഷി പരമാർത്ഥം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ശ്ലോകങ്ങളുടെ സംഖ്യ 4,00,000 4 ലക്ഷത്തോളം ശ്ലോകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 18,000 ശ്ലോകമുള്ള ഈ ശ്രീമദ് ഭാഗവതം. സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം. സർവവേദാന്ത സാരമാണ് എന്ന് പറയുന്ന ഈ ഭാഗവതം. വേദം 4 വേദങ്ങളാണ്. വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദത്തിന്റെ താല്പര്യത്തെ പറഞ്ഞു തരുന്നതായിട്ടുള്ള ഉപനിഷത്തുക്കളാണ്. ആ ഉപനിഷത്തുക്കളുടെയും സാരമാണെന്ത് ഈ ഭാഗവതം എന്ന് പറയുന്നത്. നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ ത്രയോദശോऽധ്യായ. സൂത ഉവാച യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈഃ സ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ഠേ പ്രാമ്യലാന്തമന്തരഗിരിഗ്രാവാഗ്രകണ്ഡൂയനാം നിദ്രാലോഹോ കമഠാകൃതേർഭഗവശ്വാസാനിലാപന്തുവ യൽ സംസ്കാരകലാനുവർത്തനവശാത് വേദാനിവേനാംഭസാം യാതായാതമതന്തിന്തം ജലനിധേർനാദ്യാപി വിശ്രാമ്യതി. പുരാണസംഖ്യാസംഭൂതിമസ്യ വാച്യപ്രയോജനെ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധത. ബ്രാഹ്മം ദശസഹസ്രാണി പാൽപം പഞ്ചോനഷഷ്ടിജ. ശ്രീവൈഷ്ണവം ത്രയോവിംശതി ശൈവകം ദശാഷ്ടൗ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി. മാർക്കണ്ഡം നവവാന്ഹം ച ദശപഞ്ചചതുഃശതം. ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി. ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവതു. ചതുർവിംശതി വാരാഹമേകാശീതി സഹസ്രം. കാന്തം ശതം തഥാ ചൈകം വാമനം ദശകീർത്തിതം. കൗർമം സപ്തദശാഖ്യാതം മാത്സ്യം തത്തു ചതുർദശ. ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതു. ഏവം പുരാണസന്തോഹശ്ചതുർലക്ഷമുദാഹൃത. തത്രാഷ്ടാദശസഹസ്രം ശ്രീഭാഗവതമിഷ്യതേ. ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ
സ്ഥിതായ ഭവഭീതായ കാരുണ്യാത് സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാകഥാനന്ദിതസത്സുരം സർവവേദാന്തസാരം യദ്ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ഠം കൈവല്യൈകപ്രയോജനം പ്രൗഷ്ഠപദ്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം ദദാതിയോ ഭാഗവതം സയാതി പരമാം ഗതിം രാജന്വേതാവതന്യാനി പുരാണാനി സദാംഗണേ യാവന്നദിശ്യതേ സാക്ഷാത് ശ്രീമദ്ഭാഗവതം വരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാദ്രദിക്വചിൽ നിമ്നഗാനാം യഥാ ഗംഗാ ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭോ പുരാണാനാം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീഹ്യനുത്തമ തഥാ പുരാണപുരാണാനാം ശ്രീമദ്ഭാഗവതം ദ്വിജാഃ ശ്രീമദ്ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കമ്യാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ പ്രകൃതിയാ വിമുച്യേന്നര തസ്മൈ യേന വിഭാസിതോയമധുരോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായമുനേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോകമസം സത്യം പരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വാസുദേവായ സാക്ഷിണേ യൈദം കൃപയാ തസ്മൈ വ്യാജരക്ഷേ മോക്ഷണേ യോഗീന്ദ്രായ നമസ്തസ്മൈ സുഖായ ബ്രഹ്മരൂപിണേ സംസാര സത്പദഷ്ടമ്യോ വിഷ്ണുരാധമോജൽ ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവജായതേ തഥാ കുരുഷ്വദേവേശ നാഭസ്ത്വം നോ യഥാ പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം വരം. ഭഗവാന്റെ പാതാരവിന്ദത്തില് ഭക്തി ഉണ്ടാവണേന്ന് പ്രവർത്തിക്കുന്ന ശ്ലോകങ്ങൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഭഗവാന്റെ പാതാരവിന്ദത്തിലുള്ള ഭക്തിക്ക് ഒരു കുറവുണ്ടാവരുത്. ഭവേ ഭവേ യഥാഭക്തി. എത്രയൊക്കെ ജന്മങ്ങൾ വേണ്ടി വന്നാലും ആ ജന്മങ്ങളിലൊക്കെ എത്രയൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഭക്തിക്ക് കുറവുണ്ടാവരുത് എന്നുള്ള ആ പ്രാർത്ഥനയാണ്. അതിന് ഭഗവാനെ അവിടുന്നാണ് ഞങ്ങളുടെ നാഥൻ എന്ന് ഞങ്ങൾക്ക് ബോധം വരണ്ടേ. പലപ്പോഴും നമുക്ക് ആരുമില്ലല്ലോ, അനാഥനാണല്ലോ എന്നൊക്കെ നമുക്ക് സ്വയം തോന്നണ്ടാന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മളൊക്കെ സനാഥനാണ്, ഭഗവാനാകുന്ന നാഥനോട് കൂടിയവരാണ് നമ്മളൊക്കെ. അത് നമുക്ക് ബോധ്യപ്പെടുത്തണേ, അതിന് നാമം ജപിക്കാൻ സാധിക്കണേ എന്താ പ്രാർത്ഥിക്കണം. ആ രണ്ട് ശ്ലോകങ്ങള് ചൊല്ലിത്തരാം. എല്ലാവരും ഇത് ഏറ്റുചൊല്ലുക. എന്നിട്ട് മനസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കാം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം വരം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാഷ്ടാദശസഹസ്രയാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോऽധ്യായഃ. ഇതി ദ്വാദശസ്കന്ധഃ സമാപ്തഃ സമ്പൂർണോऽയം ഗ്രന്ഥഃ. ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ തേന ത്വദംഘ്രികമലേ യതി മേ യച്ഛ ശാശ്വതീം സർവത്ര
സർവത്ര ഗോവിന്ദനാമ സംഗീതം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതം നമ്മൾ വായിച്ചു, ഓരോ കഥകളൊക്കെ അനുസ്മരിച്ചു എന്നൊന്നും നമുക്ക് മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ വായിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അക്ഷരപ്പിശകുകളൊക്കെ സംഭവിക്കാം. എന്തൊക്കെ പിശകുകൾ, എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഭഗവാനെ അവിടുന്ന് കൊടുക്കണേ, തിരുത്തിത്തരണേ എന്ന് പ്രവർത്തിക്കാം. ഈ വായിക്കുമ്പോഴെങ്കിലും ആ ഒരു തെറ്റുകളൊന്നും വരാതെ തിരുത്തിത്തന്ന് കൊടുത്ത് അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇനിയും നമുക്ക് ഭാഗവതം വായിക്കാനായിട്ട് സാധിക്കും. ഭാഗവതം അത് സമുദ്രം പോലെ, സമുദ്രത്തിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ കടല് കണ്ടു എന്ന് പറയാറുണ്ട്. നമ്മൾ കടലൊക്കെ നമ്മൾ കണ്ടു, കടല് കണ്ടു എന്ന് ഞാൻ പറയാം. പക്ഷെ കടലുണ്ടോ മുഴുവൻ കാണാൻ പറ്റും. ഈ ഭാഗവത സമുദ്രം അതിന്റെ ഏതോ ഒരു ഭാഗം എന്തോ കുറച്ച് നമുക്ക് കാണാൻ പറ്റിയിട്ടും അറിയില്ല, കേൾക്കാൻ പറ്റിയിട്ടും അറിയില്ല. ഇനിയും ഈ ഭാഗവത സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സമുദ്രത്തിലുള്ള ആ രത്നങ്ങളെ പ്രകാശിപ്പിച്ചു തരണേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഭാഗവതം കേൾക്കാനും ഭാഗവതം പഠിക്കാനും അതിനൊക്കെ നമുക്ക് സാധിക്കണം. ഇന്നിപ്പോ പണ്ടത്തെ പോലെയല്ല. ഭാഗവതം നമുക്ക് പഠിക്കണമെന്ന് ആർക്കെങ്കിലും മോഹമുണ്ടോ? ഉടനെ മൊബൈൽ ഓണാക്കിയാൽ അതിൽ ഇഷ്ടം പോലെ പഠിപ്പിക്കുന്നു. ഭാഗവതം യൂട്യൂബിലാണെങ്കിലും ഭാഗവതത്തിൽ നമ്മൾ കുറെ ഇതൊക്കെ പറഞ്ഞില്ലേ, നിമിനായോഗ്യ സംവാദം നിങ്ങളുടെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അതിൽ വരും പ്രഭാഷണങ്ങൾ. നിമിനവയോഗിയോ സംവാദം അതുപോലെ 24 മൂക്കന്മാര് ഉദ്ധവോപദേശം എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ അതിലിട്ട് വരും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ പഠിപ്പിക്കേണ്ടതാണ്. താല്പര്യം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഭാഗവതം നല്ലോണം പഠിക്കാനായിട്ട് സാധിക്കട്ടെ. ഭാഗവതം എല്ലാവർക്കും വായിക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ മാത്രം കഴിഞ്ഞത് വായിക്കാനില്ല. ഞാൻ ചിലരിക്കലൊക്കെ വേറെ തരത്തിൽ വായിക്കാറുണ്ട്. ചിലവരൊക്കെ വായിക്കാനായിട്ട് മുമ്പിലുണ്ടാവും പറയുന്നവർ. അപ്പോൾ ഒരു ശ്ലോകം ഞാൻ വായിക്കും, ഒരു ശ്ലോകം ഓഡിയൻസൊക്കെ അങ്ങനെയും സപ്താഹങ്ങളുണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ പുസ്തകം നോക്കി അവർക്ക് വായിക്കാൻ ആദ്യം അറിയില്ല. പക്ഷെ വായിച്ച് എല്ലാവരും വായിക്കുന്നു, എല്ലാവരും പഠിക്കും. എല്ലാവർക്കും ജീവിതത്തിൽ കുറച്ചെങ്കിലും ഭാഗവതം പകർത്താനായിട്ട് സാധിക്കണം. അതിന് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ പതിവുള്ള പോലെ ഭഗവാന് വേദ്യം സമർപ്പിച്ചുകൊണ്ട് അതിനുശേഷം പിന്നെ ഈശ്വര കൃഷ്ണാവതാരം വായിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷ്ണാവതാരം കൂടി വായിച്ച മഹാദീപാരാധനയോടുകൂടി നമുക്ക് സമർപ്പിക്കാം.
ഭക്തിയോടെ ആടുക്കളയിൽ ഭക്തി പോലെല്ലാം വിളമ്പി വച്ചു. ഭക്തപ്രിയനെ ഭജിച്ചു ഞാനും ഭക്തിക്കു വാക്കിച്ചു താഴ്മയായി. ചിന്തിയിലും നാദം ഞാൻ കേട്ടിടുന്നു, അന്തായൻ കണ്ണനാടഞ്ഞിടുന്നു. കൊണ്ടി കുഴഞ്ഞെന്നെ നോക്കിയിടുന്നു, പഞ്ചത്തിൽ കൈകളെ നീട്ടിയിടുന്നു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സിന്ധുവലങ്കരം തന്നിലേക്ക് അഞ്ചാതെ കുഞ്ഞിയൂരുള ഞാനും നന്ദജനാമ്പുരുവായൂരപ്പൻ സന്തോഷത്തോടുണ്ടോടും വേഗം. ബ്രഹ്മാണ്ടമെല്ലാം പൂജിച്ചപ്പോൾ ബ്രഹ്മശിവാദികൾ ചുട്ടിക്കൊണ്ടു. അംബുജനേത്രനും സമ്പൂർണനായി സന്തോഷത്തോടങ്ങോ കൊണ്ടെത്തി. അപ്പിന്റെ കൈതലം നീട്ടിയെന്നെ അനുഗ്രഹിച്ചു. അപ്പോഴാപാദം പീഡിച്ചു ഞാനും അല്പം തിരുനാമമുച്ചരിച്ചു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവഗുണോപേതകാലപരമശോഭന യർദേവാദഗതം ലക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗപദം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമപ്രജാകര നാദ്യപ്രസന്ന സലിലാഹകാജലരുഭശ്രിയ ദിജാളികുലസംനാദസ്തവകാമനരാജയ കവൗവായുസുതസ്പർശ പുണ്യഗന്ധവഹശ്രുതി ആത്മയസ്തദ്ധിജാതീനാം ശാന്താസത്രസമിന്ധത മനാംസ്യാസം പ്രസന്നാനി സാധൂനാമസുരദ്രുവ ജയമാനീന്ദ്രനേ തസ്മിന്നേ ദുർദുണ്ടുവയോദിവി ജഗത്കിന്നരഗന്ധർവാ തുഷ്ടോ സിദ്ധചാരണ വിദ്യാദര്യസ്തമധുരോ അപ്സരോപി സമന്തത മുമുദുർമുനയോ ദേവാ സുമനാംസി മുദാന്വിത മന്ദം മന്ദം ജലധര ജഗദ്ദുരനുസാഗരം നിശീതേതമൗൽഭൂതേ ജ്ഞാനാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യ വിഷ്ണു സർവഗുഹാശയ ആവിരാസേയദാ പ്രാച്യ ദിശീന്ദുരിപുഷ്കലാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കമൽസുതം ബാലകമം ഭുജക്ഷണം ചതുർഭുജം ചന്ദ്രഗദായുധായുധം ശ്രീവത്സരക്ഷ്മം കളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രവയോസൗഭകം മഹാകവൈദൂര്യകിരീടകുണ്ടലത്തിരോപരിക്ഷത്രപത്രകുണ്ടലം ഉദ്ധാനവഞ്ചം ഗദകങ്കണാദിരോചമാനം വസുദേവായുധദാസഹസ്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം വേദവതരണയുഗം പവനപുരേശ്വരാധാകൃഷ്ണരണം വേദവതരണയുഗം ദേവി മഹേശ്വരി ശങ്കര ശരണം വേദവതരണയുഗം ശാന്തരാസുരഗംഗോ ശങ്കര ശരണം വേദവതരണയുഗം ഹരിഹരപുത്രാസുരവർദ്ധന ശരണം വേദവതരണയുഗം പവനപുരേശ്വരാധാകൃഷ്ണ ശരണം വേദവതരണയുഗം ഹരിശരണം വേദവതരണയുഗം ഹരിശരണം വേദവതരണയുഗം ഹരിശരണം വേദവതരണയുഗം. നാരായണ 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 കായേന വാചാ മനസാ സ്വഭാവ കരോമി യജ്ഞ സകലം
ന്യായേന മാർഗേണ മഹിമലീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു സമസ്ത ലോകാ സുഖിനോ ഭവന്തു ഹരി ഓം തത്സത് നാരായണ